സേറ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കി പറഞ്ഞു. എനിക്കറിയില്ല. അപ്പൊ ഗ്രാമറിന്റെ നമ്മൾ സ്ട്രക്ചർ, ഗ്രാമറിന്റെ അതിന്റെ എന്താണ് പേരുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് സേറൊക്കെ കിട്ടില്ല, ആർക്കും കിട്ടില്ല അല്ലെ? അപ്പോ എങ്ങനെയായിരിക്കും സേറ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക? ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പഠിച്ച കാർട്ടൂൺസ് ഒക്കെ കണ്ടാ പഠിച്ച. എനിക്ക് ഗ്രാമർ അറിയില്ല. ഓക്കെ, ഗ്രാമർ അപ്പോൾ ഒരുപാട് ഇങ്ങനെ പഠിച്ചുകൊണ്ട് കാര്യമില്ല എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പക്ഷെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല അല്ലേ? എല്ലാവർക്കും പെട്ടെന്ന് ഇംഗ്ലീഷിൽ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കുട്ടികൾക്ക് പറ്റില്ല. അപ്പോൾ കുറച്ചൊക്കെ അവർ ഗ്രാമർ പഠിക്കുക, കുറച്ചൊക്കെ കാർട്ടൂൺസ് അല്ലേ? വേറെ കാർട്ടൂൺസ് ഒക്കെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കൂടുതൽ കാണുക, ഒപ്പം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്, ഒപ്പം ഗ്രാമറിൻ്റെ ബേസിക്സ് എല്ലാം പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ പുതിയ കിഡ്സിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക.